അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 32 സങ്കീർത്തനം 6 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മാനസാന്തരപ്പെടുന്ന ഒരു ദൈവകുഞ്ഞിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ് പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് മാനസാന്തരപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത് എത്തുകയില്ല എന്നത്. ഒന്നുകിൽ പെരുവെള്ളത്തെ തൻ്റെ വചനപ്രകാരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ വരാതെ വഴി തിരിച്ചുവിടും, അല്ലെങ്കിൽ ആ പെരുവെള്ളത്തെ കൺട്രോൾ ചെയ്യുവാനുള്ള ശക്തി തൻ്റെ മകനെ കർത്താവ് നൽകും. നോഹയുടെ കാലത്തെ ജലപ്രളയം നോഹയുടെ അടുക്കൽ എത്താതെ തടുക്കുവാൻ ദൈവം തയ്യാറായില്ല. എന്നാൽ ജലപ്രളയത്തിന് നോഹയെയും തന്നോട് കൂടെയുള്ളവരെയും തൊടുവാൻ കഴിയാതെ വണ്ണം യഹോവ അവരെ താൻ മുൻകൂട്ടി ഉണ്ടാക്കിച്ച പെട്ടകത്തിൽ സൂക്ഷിച്ചു. ഈ കാലത്തിന് വരുവാനുള്ള ന്യായവിധിയിൽ നിന്നും ജനത്തെ രക്ഷിക്കുവാനായി ദൈവം ഒരു സങ്കേത നഗരം, രക്ഷപ്പെടുന്നതിനായുള്ള ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. യേശു പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 20 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന് വേണ്ടി നാം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. നമ്മുടെ ഹൃദയം തുറക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത്, യേശുവെ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു എന്ന് പറയുകയാണ് വേണ്ടത്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് 1 യോഹന്നാൻ 1 അധ്യായം 8 9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ യേശുവിനെ അസത്യവാദിയാക്കുന്നു എന്ന് 1 യോഹന്നാൻ 1 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് 1 തിമോഥെയോസ് 1 അധ്യായം 15 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 23 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികൾ തങ്ങളുടെ പാപത്തെ ന്യായീകരിക്കുകയും മാനസാന്തരപ്പെടുവാൻ തയ്യാറാകാതെ പാപത്തിൽ തന്നെ ജീവിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് നാം ഓർക്കണം. നാം പാപം ചെയ്തിട്ടില്ലെങ്കിൽ നാം ഇരിക്കേണ്ടത് ദൈവം ഇപ്പോൾ ഇരിക്കുന്നത് പോലെയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇന്ന് മനുഷ്യർ ഇരിക്കുന്നത് പോലെയല്ല. പിന്നെയോ ദൈവ തേജസ്സിനാൽ ചുറ്റപ്പെട്ടവരായിട്ടായിരുന്നു. അന്ന് മനുഷ്യന് വസ്ത്രത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്രകാരം ദൈവ തേജസ് ഉടുത്തവരായി ഇന്ന് ആരെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ അവരെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല. കാരണം അത്രയ്ക്കും ശോഭയായിരിക്കും അവർക്ക്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 26 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി പറയൂ, പാപം ചെയ്യാതെ ഏതെങ്കിലും വ്യക്തികൾ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് ദൈവത്തെ ഒരിക്കലും പറ്റിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ പാപങ്ങളെ ന്യായീകരിക്കുവാൻ കഴിയും. ദൈവം അത് അംഗീകരിക്കുമെന്ന് നാം ചിന്തിക്കരുത്. തന്നെയുമല്ല, നാം നമ്മുടെ പാപം മൂലം മരിക്കുകയും ചെയ്യും. ഓർക്കുക, പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായം 23 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദേഹി ശരീരത്തിൽ നിന്നും വേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെയോ നമ്മുടെ പാപം മൂലം നമ്മുടെ ദേഹിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിർജീവ അവസ്ഥയിൽ ആവുകയും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ദേഹി പുറത്തു പോകുമ്പോൾ നമ്മുടെ ദേഹിയിൽ നിന്നും ദൈവാത്മാവ് പുറത്തു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാപം ചെയ്യുന്ന വ്യക്തി മരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശമ്പളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിത്യമരണം അഥവാ ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക പ്രാപിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 14 15 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ദേഹി പുറത്തു പോകുന്ന അവസ്ഥയ്ക്ക് നിദ്ര പ്രാപിക്കുക എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ശരീരത്തിൽ നിന്നും നമ്മുടെ ദേഹി പുറത്തു പോകുമ്പോൾ നാം സാധാരണ പറയുന്നത് മരിച്ചു എന്നാണെങ്കിലും യേശു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നുവല്ലോ എന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20 അധ്യായം 38 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ജീവപുസ്തകത്തിൽ നിന്നും പേര് ദൈവം മായ്ച്ചു കളയുകയും ചെയ്യുന്നു. എന്നോട് പാപം ചെയ്യുന്നവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുമെന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നു എന്ന് യേശു പഠിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്കിത് വായിക്കുവാൻ കഴിയും. അന്ത്യന്യായവിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും, ഇത് രണ്ടാമത്തെ മരണം എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തീ പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീ പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് നാം കേട്ടത്. തീ പൊയ്ക രണ്ടാമത്തെ മരണമാണെങ്കിൽ ഒന്നാമത്തെ മരണമാണ് നാം പാപം ചെയ്യുമ്പോൾ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ളത്. ആദാമിൻ്റെ പാപം മുതൽ സകല മനുഷ്യരിലേക്കും ആ പാപം വ്യാപരിക്കുന്നതിനാൽ നാം ഒരു പാപവും ചെയ്തില്ല എങ്കിലും ആദാമിൻ്റെ പാപം മൂലം നാമും പാപികളാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ മരിച്ച വ്യക്തികൾക്ക് ഇന്ന് സങ്കടപ്പെടുവാൻ ആവശ്യമില്ല. കാരണം സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നിട്ടുണ്ട്. അവനവൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ആ യേശുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുകയും ആ യേശുവിൻ്റെ അടുക്കൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് വീണ്ടും പാപം ചെയ്യാതെ ജീവിക്കുവാൻ നാം തീരുമാനം എടുക്കുകയും ചെയ്യാമെങ്കിൽ നിശ്ചയമായും വീണ്ടും ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് ഇടവരുന്നു. കാരണം പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന നിർജീവ അവസ്ഥയിൽ നിന്നും മരിച്ച അവസ്ഥയിൽ നിന്നും ഉറങ്ങിയ അവസ്ഥയിൽ നിന്നും വീണ്ടും ജീവിച്ചു എന്നതിനാലാണ് അത്. ഇങ്ങനെ പാപം മൂലം മരിച്ച നമ്മുടെ ആത്മാവ് വീണ്ടും ജീവിച്ച് ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കുന്ന അവസ്ഥയ്ക്കാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യമാണ് നാം കേട്ടത്. നാം ഇപ്പോൾ കേട്ടതുപോലെ ദൈവപുത്രൻ്റെ ശബ്ദം അഥവാ സുവിശേഷം കേട്ട് അനുസരിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തിയാണ് വീണ്ടും ജീവിക്കുന്നത്. അപ്രകാരം ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് അഥവാ ദേഹി നഷ്ടമാകുന്ന നിദ്രയാകുന്ന മരണത്തിന് ശേഷം ന്യായവിധി സമയത്ത് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടാകാതെ വരികയും നാമും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴുവാൻ ഇടവരികയും ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, താൻ തൻ്റെ പാപം ദൈവത്തോട് അറിയിച്ചതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു, മരണത്തിൽ നിന്നും മോചിതനായി, തന്നെയുമല്ല വലിയ കഷ്ടതയിൽ നിന്നും താൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തൻ്റെ സാക്ഷി നിമിത്തം കണ്ടെത്താകുന്ന കാലത്ത് ഓരോ ഭക്തനും നിന്നോട് പ്രാർത്ഥിക്കും. 32-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങളാണ് നാം കേട്ടത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ കണ്ടെത്താകുന്ന കാലം എന്ന് 32-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലം നാം ഓരോരുത്തരുടെയും ജീവകാലമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പാപം ചെയ്യുവാനും മോശമായ ജീവിതം നയിക്കുവാനും വ്യഭിചരിക്കുവാനും മോഷ്ടിക്കുവാനും മദ്യം കഴിക്കുവാനും വിഗ്രഹാരാധന നടത്തുവാനും മരിച്ചവരോട് പ്രാർത്ഥിക്കുവാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നുണ പറയുവാനും സകലവിധം മ്ലേച്ഛതകളും ചെയ്യുവാനും മനുഷ്യന് അധികാരമുണ്ട്. എന്നാൽ ഈ വക കാര്യങ്ങൾ നാം ചെയ്താൽ ഓർക്കുക, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മാഞ്ഞു പോകും. കാരണം ഈ വകയെല്ലാം ദൈവം വെറുക്കുന്ന പാപങ്ങളാണ്. ആ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, എന്നോട് പാപം ചെയ്യുന്നവരുടെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുമെന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ യഹോവ മോശയോട് അരുളി ചെയ്തിട്ടുണ്ട്. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യമാണ് നാം കേട്ടത്. ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം നാം നമ്മുടെ ലംഘനം മറച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ രണ്ടാം മരണമായ യഥാർത്ഥ പെരുവെള്ളം നമ്മുടെ അടുക്കലോ
നാം ഗന്ധകം കത്തുന്ന തീ പൊയ്കയാകുന്ന പെരുവെള്ളത്തിൻ്റെ അടുക്കലോ എത്താതെ വണ്ണം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു നമ്മെ തൻ്റെ കരങ്ങളിൽ കാത്ത് രക്ഷിക്കും. ജീവരക്ഷയ്ക്കായി സോദോം വിട്ട് ഓടിപ്പോകുവാൻ ലോത്തിനോട് ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞപ്പോൾ ലോത്ത് ആ സുവിശേഷം തൻ്റെ പെൺകുഞ്ഞുങ്ങളുടെ ഭർത്താക്കന്മാരാകുവാൻ പോകുന്ന യൗവനക്കാരോട് അറിയിച്ചു. എന്നാൽ അവർ വിചാരിച്ചു ലോത്ത് കളി പറയുകയാണെന്ന്. സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു ആ കാലത്ത് സൊദോം ഗൊമോറ. ലോത്ത് പറഞ്ഞതുപോലെ ഒരിക്കലും നടക്കുകയില്ല എന്നായിരുന്നു ആ യൗവനക്കാർ ചിന്തിച്ചത്. എന്നാൽ ലോത്ത് സോദോം വിട്ടപ്പോൾ ദൈവം ആകാശത്തു നിന്ന് തീയും ഗന്ധകവും ഇറക്കി സോദോം ഗൊമോറയെ തീക്കിരയാക്കി തീർത്തു. ഇനിയും പാപത്തിൽ രസിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ആകാശത്തു നിന്ന് തീയും ഗന്ധകവും ഇറക്കിയല്ല ന്യായം വിധിക്കുവാൻ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്ക ഒരുക്കി വെച്ചിരിക്കുകയാണ്. പാപത്തിൽ രസിച്ച് ദൈവത്തെ നിന്ദിക്കുകയും ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളയുകയും ചെയ്യുന്ന വ്യക്തികളെ അങ്ങോട്ട് എറിഞ്ഞു കളയുകയാണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ നാം യേശുവിൻ്റെ വചനം അനുസരിക്കുകയും സകല പാപങ്ങളും യേശുവിനോട് മാത്രം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്താൽ ഗന്ധകം കത്തുന്ന തീ പൊയ്ക നമ്മുടെ മുമ്പിൽ വഴി മാറുക തന്നെ ചെയ്യും. ആകയാൽ നമുക്ക് യേശുവിനെ നമ്മുടെ ജീവിത പുറകിലേക്ക് ഇന്ന് തന്നെ സ്വീകരിക്കാം. ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ദൈവത്തെ കൊണ്ട് എഴുതിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും ദൈവം മായ്ച്ച് കളയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ജീവിക്കുകയും നിത്യജീവന അവകാശികളായി നമുക്ക് തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.